ജേക്കബ് തോമസിൻ്റെ പേര് ഇപ്പോൾ വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ജേക്കബ് തോമസ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം ഇരിങ്ങാലക്കുടയിലാണ് നിന്നത്. ഇരിങ്ങാലക്കുടയിൽ ആദ്യ അംഗത്തിൽ തന്നെ 33,000-ലധികം വോട്ട് നേടാൻ ജേക്കബ് തോമസിന് സാധിച്ചിരുന്നു. ജേക്കബ് തോമസിന് ഒരുപാട് അനുകൂല ഘടകമുണ്ട്. ഒന്ന്, ജേക്കബ് തോമസ് പാർട്ടിയിൽ വന്നതിന് ശേഷം, BJPയിൽ വന്നതിന് ശേഷം അദ്ദേഹം ഒരിക്കലും ഒരു വിവാദ നായകനൊന്നും ആയിരുന്നില്ല. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൂടാതെ തന്നെ സിറോ മലബാർ സഭാക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് നിർണായകമായിട്ടുള്ള റോളുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. കത്തോലിക്ക സഭയുടെ ഒരു സ്വാധീനം നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് കത്തോലിക്ക വോട്ടുകൾ കൂടി കിട്ടിയത് കൊണ്ടാണ്. അപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ BJPക്ക് അവിടെ ഒരു സർപ്രൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടിസ്ഥാനപരമായിട്ടുള്ള BJPയുടെ വോട്ടുകൾക്ക് ഉപരിയായിട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ ഒഴുകിയാൽ മാത്രമേ ഉള്ളൂ BJPക്ക് ഒരു സർപ്രൈസ് വിജയമൊക്കെ തൃശ്ശൂരിൽ നേടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് ജേക്കബ് തോമസ് എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. ജേക്കബ് തോമസിനാണെങ്കിൽ നല്ലൊരു ഇമേജ് ഉണ്ട്. മുൻ DGP ആയിരുന്നു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സേവന സമയത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് അദ്ദേഹം എത്രത്തോളം മികവ് പ്രകടിപ്പിച്ചു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഒരു ഇൻസ്പിറേഷണൽ ആയുള്ള ഒരു ഫിഗർ ആയിട്ടാണ് പല ആളുകളും ജേക്കബ് തോമസിനെ കാണുന്നത്. നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേക്കബ് തോമസ് നല്ലൊരു കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്.